ആർ രാജശ്രീ എഴുതിയ യാത്രയേകം എന്നുള്ള പുസ്തകം വായിച്ചു. മാതൃഭൂമി പ്രസിദ്ധീകരിച്ചാണ്. സത്യത്തിൽ എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു. ഞാൻ എഴുത്തുകാരിയെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. കാരണം ഇത്രമാത്രം നിരീക്ഷണങ്ങളുള്ള തീക്ഷ്ണമായ ഭാഷ കൊണ്ട് മഹാഭാരതത്തിന്റെ വേറൊരു വേർഷൻ ഉണ്ടാക്കിയിരിക്കുക. ഞാൻ ചെറിയ നാളുകളിൽ അമ്മയുടെ നാവിൽ നിന്ന് മഹാഭാരത കഥകൾ കേട്ടു പഠിച്ച കാലത്ത് നമ്മുടെ ഉള്ളിലുണ്ടായ ചില സംശയങ്ങൾ, ചില വിങ്ങലുകൾ, ചില നിരാശകൾ, ചില പ്രയാസങ്ങളെല്ലാം അത് എത്ര മനോഹരമായിട്ടാണ് ഈ നോവലിസ്റ്റ് ഈ നോവലിലൂടെ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്നത്, പാഞ്ചാലിയെ സ്വയംവരം ചെയ്തുകൊണ്ടുവരുന്ന അർജുനനോട് 5 പേര് കൂടി വീതം വെച്ചെടുത്തുള്ള കുന്തി പറയുന്നത്, യുദ്ധത്തിലെ അനീതികൾ, ഇരവാനോട് ചെയ്തത്, ഘടോൽക്കജനോട് ചെയ്തത്, അങ്ങനെയുള്ള ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ വേട്ടയാടുന്ന, വായിച്ചു കഴിയുമ്പോൾ വേട്ടയാടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിമനോഹരമായി കൺവിൻസിംഗ് ആയി ശ്രീമതി രാജശ്രീ ഈ നോവലിലൂടെ ചെയ്തിട്ടുണ്ട്. ഇത് മലയാളത്തിന് അഭിമാനമായ ഒരു നോവലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാഭാരതത്തിന്റെ വേർഷൻസ് ശിവാജി സാവന്ത് മറാഠി നോവലിസ്റ്റ് എഴുതിയ യുഗാന്തരം, മൃത്യുഞ്ജയ ഉൾപ്പെടെയുള്ള നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര മാത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നിയ, ഒരു വലിയ അത്ഭുതം തോന്നിയ ഒരു പുസ്തകം വേറെ ഇല്ല എന്ന് തന്നെ പറയണം. ഒരു അതിശയോക്തി ഇല്ലാതെയാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ എന്റെ കയ്യിലുള്ള വാക്കുകൾ പോരാ എന്നൊരു തോന്നലാണ്. അത്രമാത്രം നമ്മളെ സന്തോഷിപ്പിച്ച ഒരു പുസ്തകമാണ് യാത്രയേകം. ഞാൻ എഴുത്തുകാരിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ബുക്സിനെയും ഞാൻ അനുമോദനം അറിയിക്കുന്നു. ഇതെല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. നല്ല കഥാപാത്രങ്ങൾ, ഭാവന, പുതിയ ഭൂമിക, അതിലെല്ലാം ഉണ്ട്. പ്രകൃതിയുണ്ട്, യുദ്ധനീതിയുണ്ട്, യുദ്ധവിരുദ്ധതയുണ്ട്, ഇന്ന് ലോകത്തിൽ നടക്കുന്ന സമകാലിക സംഭവങ്ങളോടുള്ള ജീവിത നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണങ്ങൾ ഓരോ വ്യക്തിയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഉണ്ട്. പിന്നെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് നമ്മൾ സാധാരണ പറയും, ഭരണതന്ത്രജ്ഞത, ഭരണകേന്ദ്രങ്ങളിൽ നടക്കുന്ന, ഇപ്പൊ രാജകൊട്ടാരത്തിൽ നടക്കുന്നത് തന്നെയാണല്ലോ ജനാധിപത്യ കാലത്തും ഭരണസിരാകേന്ദ്രങ്ങളിൽ നടക്കുന്നത്. അതൊക്കെ എത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഒരു കോളേജ് അധ്യാപികയായ ശ്രീമതി രാജശ്രീ അത് വിവരിച്ചിരിക്കുന്നത്. ഭരണകേന്ദ്രവുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന, എന്നെപ്പോലെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് ഈ പുസ്തകത്തിലുണ്ടായത്. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ മലയാളികളും ഈ പുസ്തകം വായിച്ചിരിക്കും.